ഈ പ്ലാസ്റ്റിക് കവറുകളും ബോട്ടിലിന്റെ അടപ്പുകളും ഇന്ന് നിങ്ങളെ ഞെട്ടിപ്പിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. ആദ്യം നമുക്കിതിന്റെ അടിവശവും മുകൾ വശവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് കൊടുത്ത് നിവർത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കത് ചുരുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. നമുക്കിത് കുറച്ച് ചെരിച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. 2 പീസുകൾ ഇതുപോലെ നമ്മൾ അതിൽ നിന്നും കട്ട് ചെയ്തെടുത്തു വീണ്ടും അതൊന്ന് നിവർത്തിയതിനു ശേഷം ചുരുക്കിയെടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള മറ്റ് ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കതിന്റെ ഇവിടെയായിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് വെച്ച് നമ്മളിന്ന് സിമ്പിൾ ആയിട്ടൊരു ഫ്ലവർ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ചെയ്തെടുക്കുന്ന ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നീട് നമ്മൾ വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന അടപ്പിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഈർക്കളിയും എടുത്തിട്ടുണ്ട്. വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് ഇവിടെയായിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കണം. വളരെ സിമ്പിളായി നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത്. നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ഇതുപോലത്തെ പൂക്കൾ ചെയ്തെടുക്കാം. ഇതുപോലെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. 2 എണ്ണവും നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി നമുക്കിതിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസ് ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പൊ നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ചുറ്റിയെടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ പൂക്കൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ നമ്മൾ ഫ്ലവറിന്റെ തണ്ടിൽ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസൊക്കെ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ചെയ്തെടുത്തതിന്റെ ബാക്കി വന്ന പീസ് വെച്ച് ഒരു ഫ്ലവറും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണിത്. ഇതിന്റെ തണ്ടിൽ നമ്മൾ ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിന്റെ പീസൊക്കെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇതുപോലത്തെ 2 പൂക്കളും നമ്മൾ ചെയ്തെടുത്തു. വേറെ പൂക്കളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെങ്കിലും ഇതുപോലത്തെ പൂക്കൾ വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളെല്ലാം ഇതിനകത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബോക്സിനകത്തേക്ക് നമ്മൾ സ്പോഞ്ചിന്റെ പീസൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഓരോ പൂക്കളും നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇലകളൊന്നും നമ്മൾ വെച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇലകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ വെച്ച് കൊടുക്കാം. നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.